ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ സിംഗിൾ മദർ ഇവർക്കെല്ലാം ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെയധികം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കണ്ടുവരുന്നത് ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് അവർ മാറുമ്പോൾ അവർ മാനസികമായിട്ട് അവർക്ക് കുറേ സ്ട്രെസ്സുകളോ ടെൻഷനുകളോ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യുന്നതിന് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നു കഴിഞ്ഞാൽ കുറേയധികം ഉപകാരപ്പെടും. അപ്പോൾ ഒരു എസ്പെഷ്യലി സിംഗിൾ മദറായിട്ടുള്ളൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എമർജൻസി ഫണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വേണം. അപ്പോൾ എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതൊരു കാൽക്കുലേഷൻ നടത്തി എത്ര വേണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു എമർജൻസി ഫണ്ട് അവർ സ്വരൂപിക്കുന്നതിന് ശ്രമിക്കുക. അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അത് കൃത്യമായിട്ടൊരു പ്ലാനിങ് നടത്തുക. ആ എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്ക് എത്ര കോസ്റ്റ് വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര ടൈം ഫ്രെയിം ഉണ്ട് നമുക്ക് മുമ്പിലേക്ക് പ്ലാൻ ചെയ്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. കൂടാതെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ എപ്പോഴും നിങ്ങൾ ഉറപ്പുവരുത്തുക. പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ വേണ്ട ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ സിംഗിൾ മദറായിട്ട് നിൽക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ലയബിലിറ്റികൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ബേർഡൻ നിങ്ങളുടെ കുട്ടികളിലേക്കോ പോകാതെ എങ്ങനെ മാനേജ് ചെയ്യാം, അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിലേക്ക്, ലയബിലിറ്റികൾ കവർ ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് ഒരു പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ്ലി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ മെയിൻലി 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി സിംഗിൾ മദേഴ്സ് എല്ലാം എമർജൻസി ഫണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. കുട്ടികളുടെ എഡ്യൂക്കേഷനും അവരുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എന്താണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ അതിന് വേണ്ട രീതിയിലുള്ളൊരു പ്ലാനിങ് നടത്തുക. പിന്നെ ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ പ്ലാൻ ഉറപ്പുവരുത്തുക.